ഒരു തുള്ളി വിഷത്തിന് 87 കോടി രൂപ. ആരുടെ എന്നല്ലേ? സാക്ഷാൽ തേളിന്റെ വിഷത്തിനാണ് ഇത്രയും വില. പൊന്നിൻ വിലയേക്കാൾ മൂല്യമുള്ള തേളിന്റെ വിഷത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ക്യാൻസർ പോലെയുള്ള മാരക രോഗത്തിന് വരെ പ്രതിവിധിയാകുന്ന തേൾ വിഷത്തെക്കുറിച്ച്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ജീവിയെ കാണുമ്പോൾ പേടി തോന്നാറുണ്ടോ? എനിക്ക് നല്ല പേടിയാണ്. എന്നെപ്പോലുള്ളവർ കമന്റ് ചെയ്യണേ. അപ്പോൾ വില കൂടിയ ആ തേൾ വിഷത്തിലേക്ക് വരാം. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ദ്രാവകം ഏതാണെന്ന് അറിയാമോ? അത് മദ്യമോ അമൃതോ ഒന്നുമല്ല, വിഷമാണ്. അതെ, കൊടും വിഷം. തേളിന്റെ വിഷത്തിനാണ് ഇന്ന് ഈ ലോകത്ത് ഏറ്റവും വിലയുള്ള ദ്രാവകമെന്ന പെരുമയുള്ളത്. ഡെത്ത് സ്റ്റാക്കർ സ്കോർപിയോൺ എന്ന ഇനം തേളിന്റെ വിഷത്തിന് ഇന്ന് കോടികളാണ് വില. 1 ലിറ്റർ ഡെത്ത് സ്റ്റാർക്കർ സ്കോർപിയോൺ വിഷം വേണമെങ്കിൽ 87 കോടിയോളം ഇന്ത്യൻ രൂപ വേണം. ഇനി നിങ്ങളുടെ കയ്യിൽ അത്രയും പണമുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, എങ്കിലും അത്രയും അളവിൽ തേളിൻ വിഷം വാങ്ങാനും കിട്ടില്ല. ഈ സാധനത്തിന്റെ ലഭ്യത കുറവ് തന്നെയാണ് ഇതിന്റെ കാരണം. 10,000 രൂപയ്ക്ക് ഒരു പഞ്ചസാര തലിയോളം വലിപ്പമുള്ള തേളിൻ വിഷം മാത്രമേ വാങ്ങാൻ കഴിയൂ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ വിഷത്തിന് ഇത്രയേറെ വില വരുന്നത് എന്നല്ലേ? ആരോഗ്യ മേഖലയിലെ നിർണായക ഗവേഷണങ്ങൾക്കാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളെ പ്രതിരോധിക്കാനും വേദന സംഹാരികൾക്കും മറ്റുമായാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഈ വിഷം ശേഖരിക്കാനുള്ള റിസ്ക് കൂടി ചേരുന്നതോടെയാണ് തേളിൻ വിഷത്തിന് ഇത്രയേറെ മൂല്യം വർദ്ധിക്കുന്നത്. ആർത്രോപോഡ ഫൈലത്തിൽ അരാക്നിഡ വർഗത്തിലെ സ്കോർപിയോണിഡ ഗോത്രത്തിൽപ്പെടുന്ന ഒരു ജീവിയാണ് തേൾ. 8 കാലുകളുള്ള ചിറകില്ലാത്ത തേളിന്റെ വാലറ്റത്തുള്ള സഞ്ചിയിലാണ് വിഷം ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. പരിണാമ പ്രക്രിയയിൽ ഏറ്റവും കുറവ് മാറ്റങ്ങൾക്ക് വിധേയരായ ഒരു ജീവി വർഗം കൂടിയാണ് തേൾ എന്നാണ് ഗവേഷകർ പറയുന്നത്. ഇതുകൊണ്ട് തന്നെ ഇവയെ ജീവിക്കുന്ന ഫോസിൽ എന്നും വിളിക്കാറുണ്ട്. തേളുകളുടെ പൂർവികർ ഏതാണ്ട് 45 കോടി വർഷങ്ങൾക്ക് മുൻപ് കടലിലാണ് ജീവിച്ചിരുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്നാൽ തേളുകൾ കരയിൽ തന്നെയാണ് ജീവിച്ചിരുന്നതെന്നും ഒഴുക്കിൽപ്പെട്ട് കടലിൽ എത്തിയതാണെന്നുമാണ് മറ്റൊരു വാദം. അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലായിടത്തും തേളുകളെ കാണാറുണ്ട്. ഉയരമുള്ള പർവ്വതങ്ങളിലും 1 കിലോമീറ്റർ ഭൂമിക്കടിയിലുള്ള ഗുഹകളിലും കടൽ തീരത്തുമെല്ലാം തന്നെ തേളുകളുടെ വിഹാര കേന്ദ്രങ്ങളാണ്. രാത്രികാലങ്ങളിലാണ് തേളുകൾ ഇര തേടാൻ ഇറങ്ങുന്നത്. ചെറുപ്രാണികളും ചിലന്തികളുമാണ് ഇവയുടെ മുഖ്യ ആഹാരം. ഇവ ഉപാംഗങ്ങളായ പാദസ്പർശി കൊണ്ട് ഇരയെ പിടിച്ചെടുത്ത് വിഷം കുത്തിവെച്ച് കൊന്ന ശേഷം ദംശകൾ കൊണ്ട് ഭദ്രമായി പിടിച്ച് പാദസ്പർശികളുടെ സഹായത്തോടെ കീറി ഇരയുടെ കോശദ്രവം ഊറ്റി കുടിക്കുന്നു. ശരീരത്തിന്റെ മുന്നറ്റത്തുള്ള വായ് കീഴ്ഭാഗത്തേക്ക് തുറന്നിരിക്കുകയാണ്. ഈ തേളിന്റെ കടി കിട്ടുകയെന്ന് പറഞ്ഞാൽ അല്പം പ്രശ്നമാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായി മുള്ളാണ് ഇവ പ്രയോജനപ്പെടുത്തുന്നത്. തേൾ കടിക്കുന്ന ഭാഗത്ത് വേദനയും തടുപ്പും നിറം മാറ്റവും ഉണ്ടായേക്കാം. മരണഹേതുവാക്കത്തക്ക വിഷമുള്ള തേളിനങ്ങൾ വരെ നമ്മുടെ ഭൂമിയിലുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവയുടെ വിഷത്തിന്റെ വാണിജ്യ സാധ്യതകൾ മനസ്സിലാക്കി അതിനെ വിൽക്കുന്നവരും ധാരാളമാണ്. കോടിക്കണക്കിന് വില വരുന്ന ഈ തേൾ വിഷത്തിന് ആവശ്യക്കാരും ഏറെയാണ്. എന്തുകൊണ്ടായിരിക്കും ഇതിന് ഇത്ര വില? ആർക്കാണ് ഈ വിഷം ആവശ്യം? ഇനി പറയുന്നത് അതാണ്. ഈ വിഷത്തിന്റെ അപൂർവതയും ഇത് ശേഖരിക്കാനുള്ള ബുദ്ധിമുട്ടുമാണ് ഇതിന്റെ മൂല്യവർദ്ധനവിന്റെ ആധാരം. സത്യത്തിൽ തേളുകൾ കുറച്ച് മാത്രം വിഷമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഈ ജീവികളെ ഉപദ്രവിക്കാതെ ഇത് എടുക്കുകയും വേണം. ഈ പ്രക്രിയയാണ് ഈ തേൾ വിഷത്തിന്റെ വില കൂട്ടുന്നത്. അത്ര എളുപ്പത്തിൽ തേളിന്റെ വിഷം എടുക്കുക എന്നത് നടക്കില്ലല്ലോ. തേൾ വിഷത്തിൽ അടങ്ങിയിരിക്കുന്ന അപൂർവമായ പ്രോട്ടീനുകൾക്കും പെപ്റ്റൈഡുകൾക്കും വൈദ്യശാസ്ത്ര രംഗത്ത് ആവശ്യക്കാരേറെയാണ്. വൈദ്യശാസ്ത്ര രംഗത്തെ ഇതിന്റെ വലിയ സാധ്യതകൾ മനസ്സിലാക്കിയാണ് തേൾ വിഷം എടുക്കാൻ മനുഷ്യൻ മുതിരുന്നത്. ഇതിനു പുറമെ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉൽപാദന രംഗത്തും തേൾ വിഷം വിലമതിക്കുന്നുണ്ട്. തേളുകളെ ഒട്ടും വേദനിപ്പിക്കാതെ തേളുകളുടെ ശരീരത്തിൽ നിന്നും എങ്ങനെ ഇത് ഉൽപ്പാദിപ്പിക്കുമെന്ന സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്ന് പറയാം. തേളുകളുടെ ശരീരത്തിൽ മെഷീനുകൾ ഉപയോഗിച്ച് ചെറുതായി സമ്മർദ്ദം കൊടുത്തോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്കുകൾ നൽകിയോ ആണ് തേൾ വിഷം ശേഖരിക്കുന്നത്. വളരെ ശ്രദ്ധാപൂർവം വിഷം ശേഖരിച്ച ശേഷം ഇത് സൂക്ഷിച്ചു വെക്കും. തേൾ വിഷത്തിന്റെ മൂല്യം മനസ്സിലാക്കി തേൾ കൃഷി നടത്തിയവരും നമ്മുടെ നാട്ടിൽ ധാരാളമാണ്. തുർക്കിയിലെ ഓറൻഡർ എന്ന വ്യക്തി തേളുകൾക്കായി ഒരു ഫാം നടത്തുന്നത് ലോക ശ്രദ്ധ നേടിയ സംഭവമാണ്. 20,000-ലധികം തേളുകളാണ് ഓറൻഡലിന്റെ ഫാമിൽ കഴിയുന്നത്. ആൻഡ്രോടോഗ്നസ് തുർക്കിയനിസിസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന തേളുകളാണ് ഇവ. ഇക്കൂട്ടത്തിൽ ഏറ്റവും വിലയുള്ള വിഷം ഡെത്ത് സ്റ്റോക്കർ സ്കോർപിയോൺ എന്ന തേളിന്റേതാണ്. വടക്കേ അമേരിക്കയിലും മധ്യപൂർവ്വ ദേശങ്ങളിലും ഥാർ മരുഭൂമിയിലും മധ്യേഷ്യയിലും ഒക്കെ കാണപ്പെടുന്ന ഈ തേൾ വിഭാഗം ലോകത്തെ തന്നെ ഏറ്റവും അപകടകാരിയായ തേളുകളിലൊന്നാണ്. അപ്പോൾ തേൾ വിഷത്തിന്റെ വിപണി സാധ്യത മനസ്സിലായല്ലോ എന്ന് കരുതി തേളിന്റെ വിഷം എടുക്കണമെന്ന് പറഞ്ഞ് ചെന്നേക്കരുതേ. അപ്പോൾ ഈ അറിവ് എല്ലാവരിലേക്കും എത്താൻ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.